സിനിമാ കേരള ടീം ഇപ്പോൾ കൊച്ചിയിലാണ്. സിനിമാ കേരളയ്ക്ക് ഒരു വിശിഷ്ടനായ അതിഥിയെ കിട്ടിയിരിക്കുന്നു, ഷെറീഫ് കലവൂർ. അദ്ദേഹം സിനിമാ നിരൂപകനാണ്, യൂട്യൂബറാണ്. അതിലൊക്കെ ഉപരി അനശ്വര നടൻ ജയൻ്റെ ആരാധകൻ. ജയനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന വ്യക്തിയാണ്, വളരെ വളരെ അടുത്തറിയാവുന്ന വ്യക്തി. അതാണ് ഷെറീഫ് കലവൂറിൻ്റെ പ്രത്യേകത. ജയനെ വിറ്റ് കാശാക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് സിനിമാ കേരളയിലൂടെ ഷെറീഫ് കലവൂർ. ഷെറീഫ് അപ്പോൾ നമ്മൾ കണ്ടുപിട്ടി കൊച്ചിയിലായിരുന്നു. നമ്മൾ കൊച്ചിയിലാണ്, കാക്കനാട്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം വളരെ ശാന്തമായ അന്തരീക്ഷം, സംഘർഷങ്ങളെല്ലാം ഒഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഷെറീഫിന്റെ ഒരു വലിയൊരു പ്രത്യേകത, ജയൻ എന്ന വ്യക്തിയെ അടുത്തറിയാവുന്ന ഒരാളാണ്. എനിക്കൊരു 15 വയസ്സുള്ളപ്പോൾ ഉദയ സ്റ്റുഡിയോയുടെ വീടിൻ്റെ അടുത്താണ്, ഉദയ സ്റ്റുഡിയോയുടെ അടുത്താണ് എൻ്റെ വീട്. അത് സ്കൂളിൽ പോയിട്ട് സൈക്കിൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം സ്റ്റുഡിയോയിൽ വരും. ആനപ്പാച്ചൻ, പിന്നെ ഇത് പിക് പോക്കറ്റ്, ഈ പടം അത് അച്ചാരമണി ഓസര അങ്ങനെ സഞ്ചാരി, ഈ പടത്തിൻ്റെയൊക്കെ ഷൂട്ടിങ് ഞങ്ങൾ നേരിട്ടാണ്. ആദ്യം ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് കണ്ണപ്പുറം ഷൂട്ടിങ്ങിനാണ്. അന്ന് ഫേമസ് ആയിട്ടില്ല, ചലച്ചിത്രമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ട്. അപ്പോൾ അതിന് പിന്നെ ഇദ്ദേഹം ഞങ്ങൾ ഈ കുട്ടികളോട് വലിയ താല്പര്യമാണ്, പുള്ളി സംസാരിക്കും. സഞ്ചാരിയിലാണ് ഇദ്ദേഹം ഞങ്ങളുടെ കൂടുതലെടുക്കുന്നത്, കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് തരികയും സംസാരിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയി, അത് വേദനയായിരുന്നു. കാരണം കൊല്ലത്ത് പോയി ഞങ്ങളത് വീടും അങ്ങനെ കണ്ടായിരുന്നു. അതിൽ പിന്നെ ഈ ജയൻ സാറിന് നമ്മുടെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കും. അവർ നസീർ സാറും ജെ.പി. പറഞ്ഞ വരില്ല, മറ്റുള്ളവന്മാരൊക്കെ വരും. എന്താണ് ഏതാണെന്ന് ചോദിക്കും, വിശേഷങ്ങൾ ചോദിക്കും. കുട്ടികളാണ് സ്കൂളിൽ ഇപ്പോൾ ഇവിടെ ആദ്യമൊക്കെ വന്ന് നിൽക്കരുത് എന്നൊക്കെ പറയും. ജയൻ സാറും പറയും. ഓരോ ദിവസം ഞങ്ങൾ 2-3 കൂട്ടുകാർ വരുമ്പോൾ അദ്ദേഹം ബിസ്ക്കറ്റ് മേടിച്ചൊക്കെ വന്നു സംസാരിച്ച്. ആ പോയ പോക്കാണ് എൻ്റെ നമ്പർ മാസമായിരുന്നു. 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് മരണപ്പെട്ട വിവരം പത്രത്തിൽ വരുന്നത്. അതായത് വേറൊന്നുണ്ട്, മീനിപ്പോൾ റീ റിലീസിന് വരുന്നതാണ്. മീൻ എന്ത് പറയുന്നു, അത് ഹിറ്റായിരിക്കും? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഏത് പടവും റീമേക്ക് ചെയ്ത് വന്നാൽ, അല്ലെങ്കിൽ റിലീസിന് വന്നാലും അത് കൊടുക്കും. മീൻ വരുന്നുണ്ട്, അതുപോലെ എല്ലാ പടങ്ങളും. കാരണം സിനിമാ ലോകത്തൊരു പുരുഷത്വം കണ്ട അദ്ദേഹത്തിനാണ്. അത് വെച്ച് മുരളിക്കുന്നുണ്ട് മറ്റു ചാനലുകാർ. ഇദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും ഒന്നിനൊന്ന്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഈ ഡയലോഗും നടപ്പും ആഹാരപടിയൊക്കെ ഒരു പ്രത്യേക മോഡലാണ്. മുഖത്ത് എപ്പോഴും പുഞ്ചിരി. എന്നാൽ നവരസം, ഇയാൾ പോയി അഭിനയം പഠിക്കേണ്ട കാര്യമില്ല, ജന്മനാ കിട്ടിയ അഭിനയമാണ്. നവരസം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. നേവിയിലായിരുന്നപ്പോൾ നന്നായിട്ട് പാടുമായിരുന്നു, നാടകം ചെയ്യുമായിരുന്നു. അദ്ദേഹം അന്നത്തെ ഒരു ഫിലിം മാഗസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ജയന് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ഇത് ചപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞെല്ലാം സങ്കടം ഉണ്ടാക്കണമെന്ന്. ഈ ജയന്റെ സങ്കടം ഉണ്ടാക്കിയതല്ലേ, ഇപ്പൊ യൂട്യൂബുകാർ ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ വിറ്റ് വ്യൂവേഴ്സ് ഉണ്ടാക്കി കാശുണ്ടാക്കിയത്. പിന്നെ മറ്റുള്ള സംഘടനകൾ, ഇദ്ദേഹം ജനിച്ച കൊല്ലത്ത് ആ വീടും ഒക്കെ കാലഹരണപ്പെട്ടു പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് കണ്ടപ്പോൾ ഒരു വിഗ്രഹം ഉണ്ട്, അത് റോഡ് സൈഡാണ്. ആ റോഡ് സൈഡിൽ നിൽക്കുന്നത് എപ്പോഴും ഒരു ദൂരക്കളയാണ്, റോഡേലാണ് നിൽക്കുന്നത്. അത് ജയന്റെ ഫേസ് ഒത്തിട്ടില്ല, പക്ഷേ ബന്ധുക്കളോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള സംഘടനകൾ ഒരുപാടുണ്ട്. ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ്, ഒന്ന് പിടിക്കാനാണ്. ഇദ്ദേഹത്തിന് ഇപ്പം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുപാട് ചാരിറ്റി ട്രസ്റ്റും ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ഇതൊന്നുമില്ല. എല്ലാം പകുതി സർക്കാർ, ഒരു കലാകാരനാണ്, സർക്കാർ കേൾക്കും. പിന്നെ ഇവിടെ VIP നടന്മാരുണ്ട്, കൊല്ലത്തുകാർ, സുരേഷ് ഗോപിയുണ്ട്, പിന്നെ മുകേഷുണ്ട്. ഇവരൊക്കെ പിന്നെ ഇതുണ്ട്, 6 ഗണേശൻ സാറ്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ സഹായിക്കും. 1.5 കോടി രൂപ പിന്നെ അമ്പയുടെ പിരിവും ഫാൻസസിൻ്റെ പിരിവും എല്ലാം കൊണ്ട് അവിടെ സ്മാരകം പണിയാം. ഇതൊന്നും ആർക്കും താല്പര്യമില്ല. എനിക്കറിയില്ല, പിരിവ് തുടങ്ങിയിട്ടില്ല. പിരിവ് തുടങ്ങിയതായിരിക്കും, അത് ഏതെങ്കിലും ടെസ്റ്റിലായിരിക്കണം. ജയൻ താരകം, ജയൻ പിന്നെ താരകം, ജയൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനയുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തൊരുമിക്കണമെങ്കിൽ സൂപ്പറായിട്ട് പണിയാം. പക്ഷെ അദ്ദേഹത്തിനോട് കാണിക്കാൻ അവഗണന, ഒരു കളിയാക്കലാണ് ഇപ്പോൾ. കാരണം ചില യൂട്യൂബറിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മാത്രം വിറ്റിരിക്കുന്ന ഒരു യൂട്യൂബറുണ്ട്. അതൊരു സ്ഥിരമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർ ഇത് തൂക്കിക്കൊണ്ട് അവിടെ ചെല്ലും. ജയൻ നിന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ കൂടെ മൂത്രമൊഴിച്ച് തിരക്കി ചെല്ലും. പിന്നെ ജയൻ ആരെങ്കിലും പോസ്റ്റ് ഒട്ടിച്ച് അവനെ തിരക്കി ചെല്ലും. വിറ്റുകാശ് ആത്മാർത്ഥം ഉണ്ടായിട്ടൊന്നുമല്ല. ഏറ്റവും വലിയ വിവാദമാണ് ഈ മുരളി ജയന്റെ മകനാണോ എന്ന് പറയുന്നത്. അദ്ദേഹം പറയും നമ്മളാരും ഒരു സാക്ഷികളല്ല, അദ്ദേഹത്തിൻ്റെ മകനാകാം, അല്ലാതിരിക്കാം. അവരൊരുപാട് കാര്യങ്ങൾ തെളിവ് തരുന്നുണ്ട്. ബന്ധുക്കളെ എതിർക്കുന്നത്. അവൻ്റെ അമ്മക്ക് കൂട്ടാനി തങ്കമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ, അവരങ്ങനെ ഉണ്ടായതൊക്കെ പറയുന്നു. പക്ഷേ അത് നമുക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അവർ തമ്മിലായിക്കോട്ടെ. അവർ DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല. ജയൻ്റെ അനുജൻ്റെ മക്കളുണ്ടായിരുന്നു. ഈ ഒരാൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി, കണ്ണൻ നായർ. പിന്നെ ആദ്യത്തിനുണ്ട്, പിന്നെ ഒരു പെണ്ണുണ്ട് ഡോക്ടർ. ആദ്യം സീരിയലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് കൂട്ടിയാൽ കൂടിയല്ലോ സ്മാരകത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ട് അദ്ദേഹത്തിന്. ഇങ്ങനെ ഈ TV യിലൂടെയും
യൂട്യൂബിലൂടെ പുകഴ്ത്തി പറയാനല്ലാതെ അദ്ദേഹത്തിന് ഒരു സ്മാരകമായിട്ട് അവിടെ ഇല്ല. ഇപ്പോൾ ഒരു അടുത്ത തലമുറക്ക് ജയനെന്ന് പറഞ്ഞ വ്യക്തി, ജയനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ മാമാങ്ക, കായംകുളം കൊച്ചുണ്ണി, അതുപോലെ ഒരുപാട് പടങ്ങളുണ്ട്. അതൊക്കെ അദ്ദേഹം അഭിനയിക്കുന്ന പടങ്ങളാണ്. ഈ സ്ഫോടനം കഴിഞ്ഞൊരു പടം പിടിക്കാൻ പറ്റുന്ന ചരിത്ര സംഭവം കുഞ്ഞാലി മരയ്ക്കാൻ, അത് ഇദ്ദേഹത്തിനായിട്ട് പിടിക്കാൻ വേണ്ടി വെച്ചത് വി ജി സുന്ദരൻ തന്നെ. അത് നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം പലതുണ്ട്. അതുപോലത്തെ ഒരു ഗാംഭീര്യമുള്ള നടന്നില്ല. കുഞ്ഞാലി മരയ്ക്കാൻ അഭിനയിച്ചത് കൊട്ടാരക്കൽ ശ്രീധരനാരായിരുന്നു. അതുപോലെ ആരും വന്നിട്ടില്ല. പിന്നെ ജയനുണ്ട്. ജയലോകം കൊട്ടാരക്കൽ ശ്രീധരനാരും ഒരു നല്ല നടനായിരുന്നു. ആ നടന്നപ്പോൾ ആരും വന്നില്ല. പക്ഷേ ഇദ്ദേഹം വന്നേരാ, അതും നടന്നില്ല. ഇനിയിപ്പം ഈ ലോകത്ത് ജയൻ ആരാധകരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്മാരകമില്ല. നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പണിത സ്മാരകങ്ങളാണ് താജ്മഹൽ, അതുപോലെ തന്നെ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രം, മൂകാംബിക, ഇതുപോലുള്ള കുറേ വസ്തുക്കളുണ്ട്. ഒരു ടെക്നിക്കും ഇല്ല, ഒരു സാമ്പത്തികവും ഇല്ല. അതൊക്കെ പണിതാണ്. ഇന്ന് അതല്ല, അന്ന് ഒരു രാജാവേ ഉള്ളൂ. ഇപ്പം രാജാക്കന്മാരാണ് എല്ലാവരും. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് ആ പ്രതിഷേധം പോയി. കാരണം അദ്ദേഹത്തിന് സ്മാരകമാണല്ലോ. ഷെരീഫിക്കയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെല്ലാം ഇതിനുള്ള പ്രതിഷേധമാണ്. കാരണം ഇതിന്റെ അക്കൗണ്ട് പ്രതിഷേധമാണ്. ഇത് വിജയിപ്പിച്ചെടുക്കണം. കാരണം അദ്ദേഹത്തിന് വിറ്റുതിന്നെ അനുവദിക്കരുത് ആരെയും. കാരണം എല്ലാവരും ചാനൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. പറഞ്ഞിട്ട് പറയുന്നത് ഇത് ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വേറെ ഒരു മുരടിക്കരുത്. ഷെരീഫിക്ക് എല്ലാവിധ ആശംസകളും. യുദ്ധവുമായി മുന്നോട്ട് പോവുക. സിനിമ കേരള കൂടെ ഉണ്ട്. ഓക്കെ, നമസ്കാരം.